ദൈവത്തിന് മഹത്വം. തിരുമല സഭ ക്രമീകരിച്ച 2-3 ദിവസത്തെ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവസരമൊരുക്കിയ ദൈവത്തിന് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് അർപ്പിക്കുന്നു. അതോടൊപ്പം എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച സഭയോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. നിങ്ങൾ കേട്ടതുപോലെ എൻ്റെ പേര് ബിജു. സ്ഥലപ്പേരോടുകൂടെ ബിജു ചുവന്നമണ്ണ് എന്ന് സഹോദരന്മാർ വിളിച്ചു. അതങ്ങനെ ഇപ്പോൾ അറിയപ്പെടുന്നു. പ്രിയ എ പി ബ്രദർ ഓർപ്പിച്ചപ്പോഴാണ് ഞാനും പെട്ടെന്ന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് അവിടെ ഇരുന്നു കൊണ്ട് കടന്നുപോയി. തീർച്ചയായിട്ടും ദൈവം അന്ന് എ പി ബ്രദർ പറഞ്ഞതുപോലെ എന്നെ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ നിൽക്കുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എല്ലാവരെയും കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിന് ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന് പ്രിയ ജെയ്സൺ ബ്രദറുടെ വീട്ടില് വളരെ സ്നേഹത്തോടും എന്നെ സ്വാഗതം ചെയ്യുകയും സൽക്കരിക്കുകയും ആ നിലയിൽ എനിക്ക് ശുശ്രൂഷ ചെയ്ത് ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ ചായ കഴിച്ചിരുന്നപ്പോൾ ഓർത്തതും ഇപ്പോൾ ഓർക്കുകയായിരുന്നു. ദൈവം രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേ? എല്ലാ വ്യക്തി ജീവിതങ്ങളെ കുറിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം അത് ദൈവം നിറവേറ്റും. അതെല്ലാവരെ കുറിച്ചുമുണ്ട്. എന്താണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് കണ്ടെത്തുകയാണ് നമ്മുടെ ഡ്യൂട്ടി. അത് എങ്ങനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും? അത് ദൈവത്തിന്റെ വചനം പഠിക്കുന്നതിലൂടെ അല്ലാതെ മറ്റൊന്നിനാലും കഴിയുകയില്ല. ഓരോ സാഹചര്യങ്ങളിലും ദൈവം അങ്ങനെ ഓരോരുത്തരെ ഉപയോഗിക്കും. അതിലും ദൈവത്തിനെല്ലാ മഹത്വവും അർപ്പിക്കും. എനിക്ക് പരിചയമുള്ള ആരും തന്നെ, അടുത്ത് പരിചയമുള്ള ആരും തന്നെ ഈ ചർച്ചിൽ ഇല്ല. ഇവിടെ ഉള്ളവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അവരെ ആരും എന്നെ അറിയില്ല. പ്രിയ സ്പർജൻ സാർ, അതുപോലെ ജെയിംസ് വറി സാർ, ഇവരെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സഭയോടുള്ള ബന്ധത്തിൽ. തന്നെയല്ല, സാർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, 1998 99 തൃശ്ശൂർ ഒരു YMF ക്യാമ്പ് നടന്നപ്പോൾ എൻ്റെ ആത്മീയ ഗുരു എന്നെ ആ ക്യാമ്പിൽ പറഞ്ഞു വിടുകയുണ്ടായി. അന്ന് അവിടെ ക്ലാസ് എടുക്കാനായിട്ട് വന്നത് ജെയിംസ് സാറായിരുന്നു. പേഴ്സണലായ PG ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ച്, അന്ന് സാർ ഇടുക്കി കളക്ടറായിരിക്കുന്ന സമയത്താണ്. അന്ന് പേഴ്സണലായിട്ട് എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് എന്നെ വിട്ടത് സാറിൻ്റെ അടുത്താണ്. അന്ന് സംസാരിച്ചത് ഇന്ന് പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരിചയമേ ഉള്ളൂ. മറ്റാരെയും തന്നെ ചിലരെ ഫോണിലൂടെ ബന്ധപ്പെട്ടതും ഒക്കെയാണ്. എങ്കിലും ഈ സഭയിലേക്ക് കടന്നു വരുവാൻ, നിങ്ങളെ മുഖാമുഖം കാണുവാൻ, നിങ്ങളോട് ഒരുമിച്ച് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ ശുശ്രൂഷ നിവർത്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ആ സമയത്തു തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞ് വന്നു, കണ്ടില്ല താൻ. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു.
അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഈ വേദഭാഗം ക്രൈസ്തവരായ അല്ലെങ്കിൽ സഭാവിശ്വാസികളായ നമുക്കെല്ലാവർക്കും സുപരിചിതമായ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ്. വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ പ്രവർത്തന നാളുകളിൽ ആയിരങ്ങളടുക്കുന്ന ജനവ്യൂഹം കർത്താവായ യേശു ക്രിസ്തുവിനെ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്ന സമയത്ത് കർത്താവ് വ്യത്യസ്തമായ ഉപമകളിലൂടെ, ചില കാര്യങ്ങളിലൂടെ തന്റെ ശിഷ്യവൃന്ദത്തോട് സംസാരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസംഗം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയിച്ച രണ്ട് ദാരുണമായ സംഭവത്തെ ആസ്പദമാക്കി വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചൂണ്ടിക്കാണിച്ച ചില യാഥാർത്ഥ്യങ്ങളെയാണ് ഇന്നും നാളെയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനുമായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ സംഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് രണ്ട് വിഭാഗക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ഈ നൂറ്റാണ്ട് വരെ നിലനിൽക്കുന്ന ക്രൈസ്തവ സഭയെ മുന്നറിയിപ്പോടുകൂടെ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് രണ്ട് കൂട്ടരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. രണ്ട് കൂട്ടരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവ് നടത്തുന്ന കർത്താവിന്റെ സഭയെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ചില സംഭവങ്ങളിലൂടെ രണ്ട് വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇതിന്റെ സന്ദർഭത്തെ കുറിച്ച് നാം പരിശോധിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിന്റെ മധ്യേ കടന്നു വന്ന് അറിയിക്കുന്ന ദാരുണമായ ഈ രണ്ട് സംഭവം, ഈ സംഭവത്തെ കുറിച്ച് ലോക ചരിത്രകാരന്മാർ ആരും തന്നെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അവർക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ബൈബിൾ ചരിത്രകാരന്മാരെ നാം എടുത്തു നോക്കിയാലും ഇതൊരു സുപ്രധാനപ്പെട്ട സംഭവമായിട്ട് ആരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ബൈബിൾ പണ്ഡിതന്മാരിൽ നാം പരിശോധിച്ചു നോക്കിയാണെങ്കിൽ ഗ്രേഷ്യസ്, അതുപോലെ വെബ്സ്റ്റർ, അതുപോലെ വിൽക്കിൻസൺ എന്ന് പറയുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ ബൈബിൾ പഠിതാക്കൾ ഈ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ച് പോയിട്ടുണ്ട് എന്ന് നാം ഇതിനെ ആധികാരികമായി പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ പറയുന്നത് ഇതൊരു ദാരുണമായ സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുവാൻ സമയത്തിന്റെ അപര്യാപ്തത ഉള്ളതുകൊണ്ട് ഓടിച്ചു പറഞ്ഞു പോകാം. ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി വിപ്ലവാത്മകരമായ രീതിയിൽ രഹസ്യ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആഭ്യന്തര കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ്. അവർക്കൊരു രാജാവിനെ വേണം, അവർക്കൊരു രാജ്യം വേണം. ഇത് ഞങ്ങളുടെ സ്വതന്ത്ര രാജ്യമാണ്. രാജാവ് ദാവീദ് ഭരിച്ച രാജ്യം, ശലോമോൻ ഭരിച്ച രാജ്യം, ഞങ്ങൾ സ്വതന്ത്രമായി ഇവിടെ വിഹരിക്കേണ്ട ഈ രാജ്യം, അത് ഞങ്ങൾക്ക് വേണം. ഇത് ആവർത്തിച്ച് അവർ വിലപിച്ചുകൊണ്ട് അന്നുണ്ടായിരുന്ന റോമൻ സൈന്യത്തിന്റെ നേരെ ചീറിയെടുക്കുമായിരുന്നു. അത് രഹസ്യമായിട്ടുള്ള അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ടെററിസ്റ്റ് ആക്രമണങ്ങളായിരുന്നു. അവർ അങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്നവരിൽ പെട്ടവരാണെന്ന് മശിഹ ചരിത്രവും മറ്റുള്ള ചരിത്രമെല്ലാം പരിശോധിച്ചാൽ ബറാബാസും അതുപോലെ കർത്താവിന്റെ ശിഷ്യനായിരുന്ന യൂദയുമെല്ലാം ആ വിപ്ലവ വിമോചന യാത്രയിൽ അല്ലെങ്കിൽ ആ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി ദാഹിച്ചിരുന്നവരും, പത്രോസും യാക്കോബും യോഹനാനും ഒക്കെ അതിന് കിടപിടിച്ച് വന്നവരാണെന്നെല്ലാം കഠാരക്കാരും അങ്ങനെയുള്ള പേരുകൾ അവർക്ക് കാണപ്പെടുവാനായിട്ട് കഴിയും. അപ്പൊ ഇവരുടെ ഉള്ളിലെല്ലാം ഉള്ള ആഗ്രഹം സ്വതന്ത്രമായ ഒരു രാജ്യം ഞങ്ങൾക്ക് വേണം, ആ രാജ്യം വേണമെന്നുള്ള ദാഹം ഉള്ളത് കൊണ്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് റോമൻ സാമ്രാജ്യത്തെ ആക്രമിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആക്രമിക്കപ്പെട്ടവർ ഉണ്ടായിരുന്നു എന്ന് നാം അപ്പോസ്തല പ്രവൃത്തിയെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധീകരിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ആക്രമിക്കപ്പെട്ടവർ ഈ പട്ടാളമെല്ലാം എവിടെയെല്ലാം ഇറങ്ങുന്നുവോ രഹസ്യമായി അവരെ ആക്രമിക്കുമായിരുന്നു. ഇവരെ പതിയിരിപ്പുകാരെ വെച്ച് ഈ പട്ടാളക്കാരെ ഒതുക്കുവാനുമായിട്ട്, അറസ്റ്റ് ചെയ്യുവാനുമായിട്ട് റോമൻ പട്ടാളക്കാർ അല്ലെങ്കിൽ സൈന്യാധിപന്മാർ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് യെരുശലേം ദേവാലയത്തിലേക്ക് ഈ തീവ്രവാദികളായ എന്ന് പറഞ്ഞാൽ യെരുശലേമിന്റെ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി ദാഹിക്കുന്നവർ യാഗം കഴിക്കുവാനായിട്ട് വന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരുന്ന സമയത്ത് പട്ടാളക്കാർ അവരെ പിടിക്കുകയും യെരുശലേം ദേവാലയത്തിൽ വെച്ച് അവരെ വധിക്കുകയും ചെയ്തു. അവരുടെ ചോര അവിടെ ചൊരിഞ്ഞ യാഗത്തിന്റെ ചോരയോടുകൂടെ ഒലിച്ചിറങ്ങിയുണ്ടായി. അതാണ് ഇവിടെ പറഞ്ഞ ചില ഗലീലക്കാരെ പീലാത്തോസ് കൊന്നു എന്ന് പറയുന്നത്. രണ്ടാമത് നാം അവിടെ കേൾക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് ശീലോഹോമിലെ ആ ഗോപുരം തകർന്നു വീണു എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, ശീലോഹോം കുളത്തിന് സമീപമായിട്ട് യെരുശലേം മതിലിന് ചുവട്ടിലായിട്ട് തെക്ക് കിഴക്കായിട്ട് പണിയപ്പെട്ടിരുന്ന ഈ ഗോപുരം പുതുക്കി പണിയുമ്പോൾ ജലത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പണിയപ്പെട്ടിരുന്ന ഈ ഗോപുരത്തിന്റെ ഒരഗ്രം അടർന്നു വീണ് ഇത് പണിയുന്ന സമയത്ത് ആളുകൾ മരിച്ച കാര്യമാണ് രണ്ടാമത് പറയുന്നത്.
ഈ രണ്ട് ദാരുണമായ സംഭവത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അവിടെ പ്രതിപാദിക്കുകയാണ് തന്റെ പ്രസംഗ വിഷയത്തിൽ. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അവർ മരിച്ചു പോകും. മരണത്തിന്റെ കാര്യത്തെക്കുറിച്ച് കർത്താവ് അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തു പറയുന്നില്ല. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നുകൊണ്ട് നാം പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടരെയാണ് ദൈവത്തിന്റെ വചനം ഇന്നിന്റെ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. മാനസാന്തരപ്പെടാതെ ഫലം കായ്ക്കാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗത്തെ ക്രൈസ്തവ സഭയുടെ മുമ്പാകെ ദൈവത്തിന്റെ വചനം വരച്ചു കാണിക്കുകയാണ്. എന്നിട്ട് ക്രൈസ്തവ സഭയോട് പറയുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അതാണ് 13-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യവും മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 33 മുതൽ 44 വരെയുള്ള വേദഭാഗങ്ങളും നാം കൂട്ടിയിണക്കി പരിശോധിച്ചാൽ അവിടെ സഭയോടുള്ള ഫലത്തെക്കുറിച്ചും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം സഭയിൽ ഉണ്ടാകണമെന്നുള്ള കാര്യത്തെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാത്ത, മാനസാന്തരപ്പെടാത്ത രണ്ട് ജനവിഭാഗത്തെ ക്രൈസ്തവ ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് രണ്ട് വിഭാഗത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ രണ്ട് വിഭാഗക്കാരും മാനസാന്തരപ്പെടാത്തതിനാൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുകയാണ്. നശിച്ചുകൊണ്ടിരിക്കുന്നതും നശിച്ചുപോയ ഒരു ജനവിഭാഗത്തെയുമാണ് നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാരാണെന്ന് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ട് നാളെ രാത്രി എനിക്ക് ദൈവം എന്നെ അനുവദിക്കുന്നുവെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സഭയോടുള്ള ബന്ധത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എങ്ങനെ കായ്ക്കാം എന്നുള്ളത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനും ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു തന്റെ മുമ്പിൽ ആഗതരായിരിക്കുന്ന കേൾവിക്കാരായിരിക്കുന്ന യഹൂദന്റെ മുഖത്ത് നോക്കി കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ അവരും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ മുമ്പാകെ കാര്യമല്ല. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നാം പരിശോധിച്ചാൽ പണിയപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ, ഇനി വീണ്ടെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകുമെന്നാണ് കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ വഷളായി പോകുമെന്നാണ് കാണുവാൻ കഴിയുന്നത്. ഇനി പണിയുവാൻ കഴിയാത്ത രീതിയിലേക്ക് നിങ്ങൾ വഷളായി പോകും. എവിടെയാണ് ഈ രണ്ട് കൂട്ടർ? ഒന്നാമത്തെ കൂട്ടർ, പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കൂട്ടരെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ലോക ജനതയാണ്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇതാണ് ദൈവത്തിന്റെ വചനം നൂറ്റാണ്ടുകളായിട്ട് വിശ്വപ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകും. ഇത് ദൈവത്തിന്റെ വചനം പറയുവാനായിട്ടുള്ള കാരണമുണ്ട്. മാനസാന്തരപ്പെടുവാനായിട്ട് മനുഷ്യന് ഇടവന്ന ഒരു കാരണമുണ്ട്. മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണമുള്ള സ്ഥിതിയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ട ഒരു കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഞാൻ ഈ രാത്രിയിൽ രക്ഷിക്കപ്പെടാത്തവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഓർപ്പിച്ചതുപോലെ ഈ ചാനലിലൂടെ ആരെങ്കിലും കേൾക്കുന്നവരിൽ രക്ഷിക്കപ്പെടാത്തവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം നമ്മുടെ അറിവിലേക്ക് പറയുമ്പോൾ അവരുടെ അറിവിലേക്കും കൂടെ ആയിട്ട് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് പറയുവാനായിട്ട് ദൈവത്തിന്റെ വചനം ഇത്ര വ്യക്തമായിട്ടും കർത്താവ് ഈ സന്ദേശത്തിലൂടെ ലോകത്തോട് സംസാരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 30-31 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാ വാക്യവും പറഞ്ഞു പോകാം. പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇപ്പോൾ അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായപ്പിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇതാണ് 30-31 വാക്യം. അപ്പൊ എല്ലായിടത്തും അവിടെ പറഞ്ഞിരിക്കുന്നത് അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ അറിവില്ലായ്മയുടെ കാലം. മനുഷ്യന് അറിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ സമ്മതിക്കുകയില്ല. ഈ ശബ്ദപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ആരും സമ്മതിക്കുകയില്ല മനുഷ്യന് അറിവില്ല എന്നുള്ളത്. മനുഷ്യന് അറിവില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തലസ്ഥാന നഗരിയുടെ പൂവിരിഞ്ഞു നിൽക്കുന്ന ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ആര് വിശ്വസിക്കാൻ? അറിവില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ? അറിവിന്റെ
അത്യുച്ചകോടിയിലാണ് മനുഷ്യൻ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ആകാശത്തെ കീഴടക്കിയ മനുഷ്യൻ, അവൻ അറിവില്ല എന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കാൻ? ഭൂമിയെ കീഴടക്കിയ മനുഷ്യൻ, അവൻ അറിവില്ല എന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കാൻ? ആഴിയുടെ ആഴങ്ങളെ കീഴടക്കിയ മനുഷ്യൻ, അവൻ അറിവില്ല എന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കുവാൻ? നമുക്കറിയാം, നിങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ജനുവരി 31 ഇറങ്ങിയ പത്രം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ റോബോട്ടിക് സർജറിയിലൂടെ ഇലോൺ മസ്ക് കണ്ടുപിടിച്ച ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് പറഞ്ഞു. ലോകം ടെലിപ്പതിയിലേക്ക് എന്നുള്ള ഹെഡിങ്ങിലാണ് പത്രം പുറത്തിറങ്ങിയത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ റോബോട്ടിക് സർജറി നടത്തി അവന്റെ തലയിൽ ഒരു ചിപ്പ് വെച്ചതിന് ശേഷം, നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടായിരിക്കും, അതിന് ശേഷം കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് കണക്ട് ചെയ്യുവാൻ പാകത്തിനുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ വളർത്തിയെടുത്തു ഇലോൺ മസ്ക്. ശതകോടീശ്വരനായ ഇലോൺ മസ്ക് എന്നാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇനി ഈ വിരൽ കൊണ്ട് മൊബൈലൊന്നും തോണ്ടണ്ട എന്നതിന്റെ അർത്ഥം. മനസ്സിൽ വിചാരിച്ചാൽ ചിത്രങ്ങൾ, മനസ്സിൽ വിചാരിച്ചാൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മൊബൈലിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും തെളിഞ്ഞു വരുന്ന കാലഘട്ടം. പിന്നെയല്ല ചന്ദ്രനെ കീഴടക്കിയ കാലഘട്ടം. എന്തിന്? വിദ്യാസമ്പന്നതയുടെ അളവ് അളക്കുവാൻ കഴിയാത്ത ഈ നഗരിയിലും ഞാനിത് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യന്റെ അറിവ് നമുക്ക് അളന്നെടുക്കുവാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് അവൻ കടന്നു കഴിഞ്ഞു. അവൻ അറിവില്ല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും ബൈബിളിനെ മനുഷ്യൻ പുച്ഛമായിട്ട് കാണുന്നത്. ബൈബിൾ പറയുന്നത് മനുഷ്യൻ എന്നാലും അറിവില്ല എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആകാശം മനുഷ്യൻ കീഴടക്കി, താരസഞ്ചയങ്ങൾ കീഴടക്കി. നമുക്കറിയാം, ഈ ഭൂമിയെ അവൻ കീഴടക്കി. ബൃഹത്തായ സമുച്ചയങ്ങൾ പടുത്തുയർത്തപ്പെട്ടു. മനുഷ്യന് മുമ്പിൽ കൊണ്ട് കാണിച്ചു തന്നു. ഏത് രാജ്യത്തെയും കീഴടക്കുവാനുള്ള ക്രൂസ് മിസൈലുകളെല്ലാം പടുതീർത്ത് അവൻ കടലിന്റെ അഗാധയിൽ ചില്ലു പേടകങ്ങളിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഏത് ബിൽഡിംഗിൽ ഇരിക്കുന്ന മനുഷ്യനെ എവിടെയിരുന്ന് എപ്പോൾ കൊല്ലണമെന്ന് അവനറിയാം. എന്ന് പറഞ്ഞാൽ അത്രമാത്രം സാങ്കേതിക വിദ്യകൾ വളർന്നു പന്തലിച്ച, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന്റെ അറിവിനെ കുറിച്ച് പറയാൻ തന്നെ മണിക്കൂറുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി വരും. കാരണം നിങ്ങളും പഠിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അറിവിന്റെ അത്യുച്ചകോടിയിൽ മനുഷ്യൻ ചെന്ന് നിൽക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ബൈബിൾ പറയാണ്, ഈ ലോകത്തിലെ തത്വചിന്തകന്മാർക്കും, ഈ ലോകത്തിലെ മതനേതാക്കന്മാർക്കും, ഈ ലോകത്തിലെ വിദ്യാസമ്പന്നർക്കും, ഈ ലോകം അവതരിപ്പിച്ച മഹാന്മാരെന്ന് പറയുന്നവർക്കും, സെലിബ്രിറ്റികൾക്കും, സ്റ്റാറുകൾക്കും, അതുപോലെ ഈ ലോകത്തിലുള്ള എത്ര മഹാന്മാരായാലും വലിയവരായാലും അവരെയെല്ലാം ചേർത്തുകൊണ്ട് ബൈബിൾ പറയാണ്, ലോകത്തിലുള്ള എല്ലാവരും അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതറിവാണ് മനുഷ്യനില്ലാത്തത്? മനുഷ്യനെല്ലാം അറിവുണ്ടെന്ന് മനുഷ്യൻ ശഠിക്കുന്ന, അവൻ അഹങ്കരിക്കുന്ന, അവൻ നിഗളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബൈബിൾ വിശ്വപ്രഖ്യാപനം നടത്തിയാണ്, അല്ലയോ മനുഷ്യ, നിനക്കറിവില്ല. അതാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ അറിവിന്റെ പാതയിലേക്ക് വരണം. ഏതറിവാണ് മനുഷ്യനില്ലാതെയായത്? ആ അറിവിനെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. ദൈവത്തെ കുറിച്ചുള്ള അറിവില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് എല്ലാ അറിവും ഉണ്ടായിരിക്കാം, പക്ഷേ ജീവനുള്ള ദൈവത്തെ കുറിച്ച് അറിവില്ല. ജീവനുള്ള ദൈവത്തെ കുറിച്ച് അറിവില്ല എന്നുള്ള കാര്യമാണ് ഇന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കറിയാം. അരോബയ കുന്നിന്മേൽ നിന്ന് താർക്കികന്മാരുടെ താർക്കികനായ അഖില മാനവരാശിയെ വിറപ്പിച്ചിട്ടുള്ള നമുക്കറിയാം അയോണിക് ദാർശികന്മാരുടെ മണ്ണിൽ സോക്രട്ടീസിന് വിഷം കൊടുത്തു വന്ന ആ അരോബയ കുന്നിന്മേൽ നിന്നുകൊണ്ട് ാണ് പൗലോസിന്റെ വിശ്വപ്രഖ്യാപനം. നിങ്ങൾ ഈ ദൈവത്തെ അജ്ഞതയുടെ അന്ധതയുടെ അന്ധകാരത്തിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾ മടങ്ങി വരണം. ഈ ദൈവത്തിനെ നിങ്ങൾ അറിയണം. നിങ്ങൾ അറിവില്ലാത്തൊരു ദേവനെ അന്വേഷിക്കുന്നു. ആ ദേവനാണ് നിങ്ങൾക്ക് അറിവ് തരുന്ന ദേവൻ. അതാണ് തന്റെ പ്രസംഗം 17-ാം അധ്യായം. അവിടെ താൻ വിശ്വപ്രഖ്യാപനം നടത്തുകയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ അറിവ് പ്രാപിക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവിടെ പ്രതിപാദിച്ചിരിക്കുന്നതാണ് ദൈവത്തെ കുറിച്ചുള്ള അറിവ് മനുഷ്യൻ നഷ്ടപ്പെട്ടു. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് 82-ാം സങ്കീർത്തനം 5-ാമത്തെ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന, അവർക്ക് അറിവുമില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് അറിവ് നഷ്ടപ്പെട്ട ദിവസം അതെവിടെയാണ്? ആ അറിവ് നഷ്ടപ്പെട്ടത് വിദ്യാപീഠങ്ങളിലല്ല. ഇവിടത്തെ ഒരു ജ്ഞാനി മരിച്ചത് കൊണ്ടല്ല, ഇവിടത്തെ ഒരു ഗുരുവും അന്തരിച്ചത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, ആ അറിവ് മനുഷ്യന്റെ നഷ്ടപ്പെട്ടത്, ദൈവത്തെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ട ഒരു ദിവസമുണ്ട്. അതാണ് ഏദൻ പൂങ്കാവനം. ഇവിടുത്തെ നിരീശ്വരവാദികളും താത്വിക ചിന്തകന്മാരും മതാന്തന്മാരും അതുപോലെ ആ മസ്തിഷ്ക മല്ലന്മാരും രാഷ്ട്രീയ മീമാംസികൾ ഒന്നും സമ്മതിക്കാത്ത ബൈബിൾ യാഥാർത്ഥ്യം തുറന്നു പറയുന്ന ചരിത്രം, അതാണ് ഏദൻ തോട്ടത്തിലെ പൂങ്കാവനം. ആ അറിവ് നഷ്ടപ്പെട്ട ദിവസം നമുക്കറിയാം. ആദാം ഹവ്വ ദമ്പതികൾ ദൈവത്തോട് പാപം ചെയ്ത സന്ദർഭം. ആ സന്ദർഭത്തിലാണ് ദൈവം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യാതിരുന്നു, ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്തു. അതാണ് പാപം. നിയമത്തെ ലംഘിച്ചു. ആ നിയമത്തെ ലംഘിച്ചപ്പോൾ ദൈവമായിട്ടുണ്ടായിരുന്ന ബന്ധം മനുഷ്യന്റെ നഷ്ടപ്പെട്ടു. മതങ്ങളുടെയല്ല, സഭകളുടെയല്ല, ജാതികളുടെയല്ല, വർഗങ്ങളുടെയല്ല, വർണ്ണങ്ങളുടെയല്ല, മനുഷ്യന്റെ ബന്ധം, ദൈവവുമായിട്ടുണ്ടായിരുന്ന ആത്മീക ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടു.
മനുഷ്യൻ ആത്മീകമായി മരിച്ചു പോവുകയുണ്ടായി, ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയുണ്ടായി. അതോടുകൂടി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് 82:5. അവർക്ക് അറിവുമില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, അന്ധകാരത്തിലേക്ക്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ മനസ്സ്, ലോക ജനതയുടെ ഹൃദയത്തെ കുരുടാക്കി. ഏദൻ തോട്ടത്തിൽ വെച്ച് അന്ധകാരത്തിലേക്ക് തള്ളപ്പെട്ടു, ദൈവത്തെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെ സുബോധം നഷ്ടപ്പെട്ട, ദൈവീക ബോധം നഷ്ടപ്പെട്ട, ദൈവീക വെളിച്ചം നഷ്ടപ്പെട്ട മനുഷ്യൻ, ദൈവീക അറിവ് നഷ്ടപ്പെട്ട മനുഷ്യൻ, അതാണ് പച്ച മനുഷ്യൻ. അവൻ ഏത് മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും അവനെ കുറിച്ച് ബൈബിൾ പ്രതിപാദിക്കുന്നതാണ് അറിവില്ലാത്ത മനുഷ്യൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത്. അഖില മാനവരാശിക്കും അറിവില്ല എന്നുള്ള കാര്യമാണ് ബൈബിൾ പറയുന്നത്. ദൈവത്തെ കുറിച്ചുള്ള അറിവ് മനുഷ്യനില്ല. അതുകൊണ്ടാണ് നാം എല്ലാവരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:6 നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക, ഈ ലോകത്തിലെ ജനമെല്ലാം താന്റെ വഴിക്ക് തിരിഞ്ഞു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അടുത്ത വാക്കാണ് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയവർ, താന്റെ വഴിക്ക് പോയവർ. അതുകൊണ്ടാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇസ്ലാമും അതിന്റെ അപ്പുറത്തേക്ക് വരുന്ന ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം വിവേചിക്കപ്പെട്ട് മനുഷ്യൻ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യൻ ഇങ്ങനെ പോകുവാനായിട്ടുള്ള കാരണം താന്റെ വഴിക്ക് തിരിഞ്ഞു. അപ്പോൾ തന്നെ ആടുകളെ പോലെ തെറ്റിപ്പോയി. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വഴി തെറ്റിയ ആ മനുഷ്യനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലോക ജനത വഴി തെറ്റിപ്പോയി, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടു. ആദാം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇതാണ് റോമാലേഖനം 5:12. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനിലൂടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും അറിവ് നഷ്ടപ്പെട്ടു. അതാണ് ആദാമിൽ നിന്നുണ്ടായ സന്താന സന്തതി പരമ്പരകൾ മുഴുവൻ പാപികളായി എല്ലാ മനുഷ്യരും പാപത്വന് വിധിക്കപ്പെട്ടു, മരണത്തിന് വിധിക്കപ്പെട്ട് നിത്യമായ നരകത്തിലേക്ക്. ഇതാണ് നശിച്ചു പോകുക എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നിത്യമായ നരകത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയാത്ത ആ സ്ഥലമാണ് നിത്യമായ നരകം. ഈ നരകത്തെ കുറിച്ചാണ് വ്യക്തമായിട്ട് പ്രതിപാദിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യന് മടങ്ങി വരുവാൻ കഴിയാത്ത മരണം, അത് മടങ്ങി വരുവാൻ കഴിയാത്ത യാത്ര എന്ന് കവി പാടിയതുപോലെ ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത യാത്രയാണ് നിത്യമായ നരകത്തിലേക്ക്. ആ നരകത്തിലേക്ക് പോകുന്നത് ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്, മാനസാന്തരപ്പെടാത്തവരാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കർത്താവ് പറഞ്ഞത് യഹൂദന്മാരോട് മാത്രമല്ല, അഖില മാനവരാശിയോടും. 21 നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ഇതേ പ്രസംഗം തന്നെയല്ലേ പ്രസംഗിക്കുന്നത്. മാനസാന്തരപ്പെടുക, അതല്ലേ കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. 17-ാം അധ്യായത്തിൽ പൗലോസ് പ്രസംഗിച്ചെങ്കിൽ 19-ാം അധ്യായത്തിൽ വീണ്ടും പൗലോസ് പറഞ്ഞു, ആകയാൽ 19:3 ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എവിടേക്ക് തിരിയണം? കർത്താവായ യേശുക്രിസ്തുവിലേക്ക് തിരിയണം, മാനസാന്തരപ്പെടുക. അതാണ് കർത്താവായ യേശുക്രിസ്തു ലോക ജനതയെ ക്രൈസ്തവ സഭയ്ക്ക് നേരെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ഇതാ മാനസാന്തരപ്പെടത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ പ്രസംഗിച്ചിട്ടും മാനസാന്തരപ്പെടാതെ നരകത്തിലേക്ക് പോകുന്ന ലോക ജനത, അവരുടെ മുമ്പാകെ മാനസാന്തരപ്പെട്ട് അറിവ് കൊടുക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരുക്കിയുണ്ടായി. ആ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം ഒരുക്കി. എവിടെയാണ് ഒരുക്കിയതെന്ന് നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ? ലോകത്തിൽ ഉദിച്ചുയർന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ അന്ധതയുടെ, മതാന്ധതയുടെയും ജാതി വിവേചനത്തിന്റെയും പാപത്തിന്റെയും അന്ധകാരത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യൻ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നാം വായിക്കുന്നുണ്ട്. കൊലോസി ലേഖനം 1:13 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്നാണ്. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്ന മനുഷ്യനെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വഴിതെളിയിക്കുന്ന ആ ഉദയ സൂര്യൻ ഉദിച്ച സ്ഥലമാണ് കാൽവറിയുടെ ക്രൂശ്. അവിടെയാണ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ഞാനിങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, നാം ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അടുത്ത വാക്ക്, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം
അവന്റെ മേൽ ചുമത്തി. എന്തിനാണ് അകൃത്യം ചുമത്തിയത്? ആ സൂര്യൻ ഉദിക്കുവാൻ വേണ്ടി, അന്ധകാരത്തിലൂടെ കടന്നുപോയി ഒരു സൂര്യ ഉദയമുണ്ടാകുവാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ മേൽ നമ്മുടെ പാപങ്ങളെയെല്ലാം ചുമത്തി. പാപികളായിരുന്ന മനുഷ്യരുടെ പാപമെല്ലാം യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി. അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ മനുഷ്യന് മാനസാന്തരപ്പെടുവാനുള്ള അവസരമൊരുക്കി സ്വർഗത്തിലെ ദൈവം പുത്രന്റെ മേൽ നമ്മുടെ പാപം ചുമത്തി. അതുകൊണ്ടാണ് യേശുക്രിസ്തു അടിയേറ്റത്, അതുകൊണ്ടാണ് മുൾക്കിരീടം ചൂടിയത്, അതുകൊണ്ടാണ് ക്രൂശി ചുമന്നത്, അതുകൊണ്ടാണ് കാൽവറിയുടെ ക്രൂശിൽ യേശുക്രിസ്തു മൂന്നാണിമേൽ തൂക്കപ്പെട്ടത്. യേശുക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ആ പ്രകാശം ലോകമെങ്ങും വെളിച്ചമായത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇതുപോലെ ലോകത്തിൽ പ്രകാശപൂരിതമായി ഉദിച്ചുയർന്ന ഒരു സൂര്യൻ വേറെയില്ല. അർദ്ധരാത്രിയിലും ഉദിച്ചു നിൽക്കുന്ന ഉദയസൂര്യൻ അവനാണ് കർത്താവായ യേശുക്രിസ്തു. മാനവരാശിക്ക് വെളിച്ചം നൽകുന്ന, അറിവ് നൽകുന്ന, അറിവിന്റെ പാന്താവിലേക്ക് നടത്തുന്ന യേശുക്രിസ്തു. അതാണ് പാപമോചനം. ഈ സുവിശേഷമാണ് ലോകത്തിൽ സഭ പ്രസന്റ് ചെയ്യുന്നത്. ഈ സുവിശേഷമാണ് ലോകത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാപിയായ മനുഷ്യൻ പാപിയാണെന്ന് ബോധ്യം വന്നാൽ, നിത്യമായ നരകത്തിലേക്കാണ് നിന്റെ യാത്ര എന്ന് ബോധ്യം വന്നാൽ, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദാന്തികമെന്ന് ഞാനൊരു പാപിയാണ് കർത്താവേ എന്ന് ഏറ്റുപറഞ്ഞ്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യന്റെ പാപം മോചിക്കുന്നു. യേശുക്രിസ്തു ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നു. അവൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്നു. അവന്റെ കണ്ണു തുറക്കുന്നു. അവൻ പ്രകാശമുള്ളവനായിത്തീരുന്നു. അവൻ ദൈവത്തെക്കുറിച്ചുള്ള അറിവുള്ളവനായിത്തീരുന്നു. അനേക വിഗ്രഹങ്ങളുടെയും അനേക ആചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അഴുക്കാർന്ന ചാലുകളിലൂടെ യാത്ര ചെയ്ത നാം ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുവാൻ കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, എന്നെ കുറിച്ച് ഓർപ്പിച്ചതുപോലെ അഴുക്കാർന്ന അഴുക്ക് ചാലുകളിൽ മനുഷ്യർക്കും വേണ്ടാതെ കിടന്നിരുന്ന എന്റെ ജീവിതത്തിൽ ഇവിടെ കൊണ്ടുവന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമ്മെ ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നാം എല്ലാവരും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ ഉള്ളിൽ ഈ പ്രകാശം ശോഭിച്ചില്ലായിരുന്നെങ്കിൽ, നമുക്ക് ഈ അറിവ് ലഭിച്ചില്ലായിരുന്നെങ്കിൽ, ഈ സമയത്ത് നാം ഇരിക്കുന്നത് മറ്റു പല സ്ഥലങ്ങളിലുമായിരിക്കും. അതിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് പാപമോചനം, യേശുക്രിസ്തുവിൽ പാപമോചനം ലഭിച്ച ഒരു വ്യക്തിക്ക് എന്ത് ലഭിക്കുന്നു? ഈ പ്രകാശം ലഭിക്കുന്നു, ഈ അറിവ് ലഭിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു പറയാണ്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, നമ്മുടെ അയൽക്കാർ, ജോലി സ്ഥലത്തുള്ളവർ, നാം നിരന്തരം കാണുന്നവർ, യാത്ര ചെയ്യുമ്പോൾ കാണുന്നവർ, സ്കൂൾ കലാലയങ്ങളിൽ കാണുന്നവർ, ജോലി സ്ഥലത്ത് കാണുന്നവർ, അവരെല്ലാം ഈ അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ മാനസാന്തരപ്പെടായികയാൽ നമ്മുടെ മുമ്പിലൂടെ മരിച്ച് പെട്ടിയിലാറി 6 അടി മണ്ണിലോ തീക്കോ പെട്ട് അപ്പുറത്ത് പല മേഖലകളിലൂടെ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ വിശ്വാസികളെ ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ലോക ജനത മാനസാന്തരപ്പെട്ട് ദൈവത്തിന് മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം കാഴ്ചയില്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ നിത്യമായ നരകത്തിലേക്ക് പോകും. ആ കാഴ്ച മറ്റാരേക്കാൾ കൂടുതൽ അറിഞ്ഞുകൊണ്ട് കാണുന്നവരാണ് വിശ്വാസികൾ. ഓരോ മരണ വീട്ടിലും നാം ചെല്ലുമ്പോൾ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ഓരോ വിശ്വാസികൾ, ബന്ധുമിത്രാദികൾ മരിച്ച് അവസാനം മുഖം മൂടി പെട്ടിയടച്ച കുഴിയിലേക്ക് വെക്കുമ്പോൾ, അല്ലെങ്കിൽ തീപ്പെട്ടു പോകുമ്പോൾ, പല സന്ദർഭങ്ങളിലൂടെ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് നാം മനസ്സിലാക്കണം. അതിന്റെ പിന്നിൽ മാനസാന്തരപ്പെടാത്തതിന്റെ ശിക്ഷ, പാപത്തിന്റെ ശമ്പളം, ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത നിത്യമായ നരകത്തിലേക്കുള്ള അവരുടെ യാത്ര. ഇത് സഭയ്ക്ക് ഒരു മുന്നറിയിപ്പാണ്. എന്തിന്റെ മുന്നറിയിപ്പാണ്? അതാണ് 6 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ നാം പരിശോധിച്ചാൽ നാം ഫലം കായ്ക്കുവാനുള്ള മുന്നറിയിപ്പ്. മാനസാന്തരപ്പെടാകിയാൽ ഈ ലോകത്തിലെ ജനം മരിച്ച് നരകത്തിലേക്ക് പോകുന്നു. നമ്മുടെ കൺമുന്നിലൂടെ എത്ര പേർ, നിങ്ങൾക്കറിയുമോ, വരുന്ന പത്രമാധ്യമങ്ങളിൽ ചരമകോളമില്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? മരണം താണ്ഡവ നൃത്തമാടുന്ന, തേരോട്ടം നടത്തുന്ന ഈ ഭൂമിയിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമകാലികർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ മരിച്ച് നരകത്തിലേക്ക് പോകുമ്പോൾ അത് നമുക്കൊരു ഉത്തരവാദിത്വം ദൈവവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാനസാന്തരപ്പെടുക എന്നുള്ളൊരു സന്ദേശത്തെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലത്തിൽ ഒന്ന്.
ഞാൻ പിന്നീട് വിശദീകരിക്കും, കഴിയുമെങ്കിൽ നാളെ. അതുകൊണ്ട് ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ദൈവവചനം. നോക്കുക, ദൈവത്തെ അനുസരിക്കാത്തതിന്റെ തിക്തഫലം പേറി വചനം കേട്ടിട്ടും സുവിശേഷം കേട്ടിട്ടും മാനസാന്തരപ്പെടായകയാൽ നശിച്ചു പോകുന്ന ലോക ജനത. നമുക്ക് തടയാൻ കഴിയുമോ? നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഇങ്ങനെ മരിച്ചു പോകുമ്പോൾ അത് നമ്മുടെ കാര്യമല്ല എന്നറിഞ്ഞ് കണ്ടുകേട്ട് വീട്ടിലേക്ക് മടങ്ങുന്നവരാണ് നാം. പക്ഷെ നാം ഒരു കാര്യം ചിന്തിച്ചു കൊള്ളുക, അതെന്തുകൊണ്ടാണ് ജനം മരിച്ചു നരകത്തിലേക്ക് പോകുന്നത്? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അതിൽ നമുക്കൊരു സഭയ്ക്കൊരു മുന്നറിയിപ്പാണ്. എന്താണ് മുന്നറിയിപ്പ്? മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, എന്റെ പല സുഹൃത്തുക്കളും ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടത് നേരെ മാർഗത്തിലല്ല. ഒരിക്കൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു, പേര് വിശദീകരിക്കുന്നില്ല, മാധ്യമമുള്ളത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സുഹൃത്തിനെ ഞങ്ങളുടെ നാൽക്കവലയിലിട്ട് മറ്റൊരു വ്യക്തി കത്തിക്കിരയാക്കി തീർത്തപ്പോൾ ആ കത്തി ചങ്കിൽ തറച്ച് തന്നെ തൃശ്ശൂരുള്ള ഇന്നത്തെ സിവിൽ ഹോസ്പിറ്റൽ, അന്നത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി താൻ അവിടെ കിടന്ന് മരിച്ചു. ആ പോകുന്ന വഴിക്ക് എൻ്റെ സുഹൃത്തിന്റെ മടിയിൽ കിടന്ന് എൻ്റെ സുഹൃത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് ജീവിക്കണം. ഊറി ഊറി വരുന്ന ചോര അത് തുണി കൊണ്ടും കൈകൊണ്ടും അമർത്തി പിടിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വളരെ ഹൃദയഭാരം തോന്നി. ഞാൻ ഓടിയെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വളരെ ദുഃഖം തോന്നി. മാനസാന്തരപ്പെടായ നിത്യമായ നരകത്തിലേക്ക് വേദനയുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണത്. മാനസാന്തരപ്പെടണം എന്ന് നാം പറഞ്ഞിട്ടും അനുസരിക്കാതെ നരകത്തിലേക്ക് പോകുന്നവർ, അവരെ മുൻനിർത്തിക്കൊണ്ട് നമ്മെ ദൈവവചനം ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസികൾ മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മൾ കായ്ക്കണം. അതിന്റെ ദൃഷ്ടാന്തം, കായ്ച്ചില്ലെങ്കിൽ വിശ്വാസി എന്നുള്ളതില്ല, നശിച്ചു പോകും. നാം എങ്ങനെയാണ് നശിക്കുക എന്നുള്ളത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. പ്രിയപ്പെട്ട, നമ്മുടെ നാശത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇവർ മാനസാന്തരപ്പെടായാൽ നശിച്ചു പോകുന്നു. ആ യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിൽ തടഞ്ഞു നിർത്താൻ എത്ര പേര് വന്നാലും തടഞ്ഞു നിർത്താൻ ശക്തിയുള്ള കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ മരണത്തിന്റെ മുമ്പാകെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. എത്രയോ പേരെ പറിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം, ഇത് നമ്മുടെ മുമ്പാകെ ഒരു ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കൂട്ടരെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചും കർത്താവ് ഈ വാക്യം തന്നെയാണ് ഉപയോഗിച്ചത്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇത് കുറെ കൂടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടരാണ്. ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിലുള്ള കൂട്ടർ. ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ. അവരാണ് യഹൂദന്മാർ, ഇസ്രായേൽ എന്ന ജനതയോടാണ് രണ്ടാമത്തെ കൂട്ടരെ നമ്മുടെ സഭയുടെ മുമ്പാകെ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവരോട് ദൈവം പറയാണ്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇത് ഇസ്രായേലിനോടാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ, സമയം ഓടിപ്പോകുന്നു, ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ മോശ മുതൽ സ്നാപക യോഹന്നാൻ വരെയുള്ള ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു കൊള്ളുക. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഇസ്രായേൽ ജനത്തോട് വളരെ വ്യക്തമായിട്ട് സ്വർഗത്തിലെ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അല്ലയോ ദൈവജനമേ, നിങ്ങൾ മടങ്ങി വരിക, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. നിങ്ങൾക്കറിയുമോ, 33-ലധികം അന്യ ദൈവങ്ങളെ പോയി ഇസ്രായേൽ ആരാധിച്ചു. അതിൽ പല ദേവന്മാർക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ, മിസ്രയീം എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇവരെ ആ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച്, ചെങ്കടൽ വിഭാഗിച്ച്, രാജാക്കന്മാരെ തോൽപ്പിച്ച്, പൊന്നുപോലെ ഇവരെ നടത്തിയ ദൈവത്തെ ഇവർ മരുഭൂമിയിൽ വെച്ച് തന്നെ മറന്നു കളഞ്ഞു. ഈ ദൈവത്തെ മറന്നിട്ട് ഇവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി. നമുക്കറിയാം, ഈ ദൈവത്തെ മറന്നിട്ട് ഇവർ ദൈവത്തോട് പിറുപിറുത്തു. ഈ ദൈവത്തെ മറന്ന് ഇവർ ദൈവത്തോട് മത്സരിച്ചു. ഇതെല്ലാം നമുക്കറിയാം. ഇതെല്ലാം ചെയ്യുമ്പോഴും ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ പ്രവാചകനിലൂടെ ദൈവം ഇവരോട് അരുളി ചെയ്തു, അല്ലയോ ദൈവജനമേ, നിങ്ങൾ മടങ്ങി വരിക, നിങ്ങൾ എന്റെ അരികിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യ പാപങ്ങളെ ഒഴിവാക്കി,
നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും നിങ്ങൾ രഹസ്യമായിട്ട് അന്യ ദൈവങ്ങൾക്ക് ബലി കഴിക്കുകയും, അത് സ്പഷ്ടമായിട്ട് അവർ ചെയ്തു. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ സഭയിൽ വരികയും ആരാധിക്കുകയും രഹസ്യ പാപം ചെയ്യുകയും ചെയ്യുന്ന വിശ്വാസിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ കള്ളം ചേർക്കുകയും, ജോലിയിൽ കള്ളം ചേർക്കുകയും, അതുപോലെ തന്നെ ജീവിതത്തിൽ യാതൊരു രഹസ്യ ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ പരസ്യമായി ജീവിക്കുന്ന വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പരസ്യമായി പിടിച്ച് മനസ്സിലാകുകയില്ല. രഹസ്യ ജീവിതം താറുമാറായിട്ട് പരസ്യമായിട്ട് അഭിനയിച്ച് ജീവിക്കുന്നവർ ഇതോട് തത്തുല്യമായിരുന്നു ഇസ്രായേൽ ജനം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകത്തിൽ പറഞ്ഞ്, ഈ ജനം അടുത്തു വന്ന് അവരെന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം ദൂരത്ത് വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശുദ്ധീകരിക്കുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ മരുഭൂമിയിൽ അങ്ങനെ ദൈവത്തോട് ചെയ്തവരോട് ദൈവം വളരെ, നിങ്ങൾ എബ്രായ ലേഖനം 3-ാം അധ്യായം 4-ാം അധ്യായവും വ്യക്തമായിട്ട് പരിശോധിച്ചു നോക്കുക. ലക്ഷക്കണക്കിന് വരുന്ന ജനത്തിന്റെ ശവസംസ്കാരം മരുഭൂമിയിൽ നടത്തേണ്ടതായിട്ട് വന്നു. വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണേ. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറയുവാൻ കാരണം യഹൂദനോട് പറയുമ്പോൾ അവന് മനസ്സിലാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ശവങ്ങൾ മറവ് ചെയ്തതാണ്. അവർക്കാർക്കും വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് നമുക്കറിയാം, ഒരു പുതിയ തലമുറ ആവർത്തന പുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ നന്മതിന്മകളെ തിരിച്ചറിയാൻ പ്രാപ്തിയില്ലാത്ത കുഞ്ഞു കുട്ടികളടക്കം യോശുവയും കാലേബിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ രാജ്യത്തിലേക്ക് കടന്നു. പ്രിയപ്പെട്ടവരെ, കളിയല്ല, തമാശല്ല, ഗൗരവമായി ചിന്തിക്കണം. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ദൈവജനത്തിന്റെ മുമ്പാകെ സ്വർഗത്തിലെ ദൈവം ദൃഷ്ടാന്തങ്ങൾ വെച്ച് പുതിയ നിയമത്തിലൂടെ സംസാരിക്കുമ്പോൾ നാം മുഖവിലക്കെടുത്തേ മതിയാകുകയുള്ളൂ. നാം ഇത് പരിശോധിച്ചേ മതിയാകുകയുള്ളൂ, ചിന്തിച്ചേ മതിയാകുകയുള്ളൂ. അവരുടെ ശവങ്ങൾ അവിടെ നിലവിളിക്കുമ്പോൾ പുതിയ തലമുറ ഇസ്രായേലിൽ കടന്നു വന്നത്, ആ യോർദാൻ വട്ടം കടന്നവർ ഇസ്രായേലിൽ വന്ന് യോശുവ അവർക്ക് വിഭാഗിച്ചു കൊടുക്കുകയുണ്ടായി. ദേശം 12 ഗോത്രത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കൊടുത്തു. എന്നിട്ടും നടന്നത് എന്താ? ശമൂവേൽ മുതലുള്ള പ്രവാചകന്മാർ അവരോട് ആണയിട്ട് പറഞ്ഞു, അല്ലയോ മക്കളെ, നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങൾ പാപം ചെയ്താലും ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. അതാണ് ശമൂവേൽ പറഞ്ഞത്. ആവർത്തിച്ചു പറഞ്ഞു. അവർ കേട്ടില്ല. പിന്നെ രാജാക്കന്മാർ വന്നു, പിന്നീട് പ്രവാചകന്മാർ വന്നു. നിങ്ങൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹോശയ്യാ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ യിരെമ്യാ 7-ാം അധ്യായം 25 മുതൽ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇടവിടാതെ എന്റെ പ്രവാചകന്മാരെ നിന്റെ അടുക്കൽ അയച്ചു, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെ. എന്നാൽ നീ നിന്റെ ഹൃദയദാഷ്ട്യപ്രകാരം മുൻപോട്ടല്ല പിറകോട്ട് തന്നെ പോയി. ദൈവത്തിന്റെ മന്ന തിന്നവർ, നിങ്ങൾക്കറിയുമോ, മന്ന അവരുടെ ആ വായിലിരിക്കുമ്പോൾ തന്നെ, പ്രിയപ്പെട്ടവരെ, ഇറച്ചി അവരുടെ പല്ലിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ, ആ മേഘസ്തംഭത്തിന്റെ മധ്യത്തിലൂടെ അവർ സുഖലോലുപമായി ചെരുപ്പ് തേയാതെ, വസ്ത്രം അഴുക്കാകാതെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ നന്മ അനുഭവിച്ചു കൊണ്ട് തന്നെ ദൈവത്തിനെതിരെ അവർ പ്രവർത്തിച്ചു. മന്ന തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ദൈവത്തിനെതിരെ പെറുപിറുത്തു. ഇതല്ലേ ഇന്നും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നന്മ അനുഭവിച്ചുകൊണ്ട് പാപത്തിൽ നാം തുടരുന്നുണ്ടെങ്കിൽ ഈ രാത്രി നാം ചിന്തിച്ചു കൊള്ളുക. ദൈവത്തിന്റെ നന്മ അനുഭവിച്ചുകൊണ്ട് ഈ പ്രകാശത്തിൽ ജീവിക്കുന്ന നാം, രഹസ്യ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെടുക. ഇടവിടാതെ പ്രവാചകന്മാരെ അയച്ചു. അവർ വിശ്വസിച്ചില്ല. അവർ പുറംതിരിഞ്ഞു നിൽക്കുകയുണ്ടായി. വീണ്ടും ദൈവം വിളിച്ചു, മക്കളെ മടങ്ങി വരിക, മടങ്ങി വരിക. ദൈവം എത്രയോ സ്നേഹസമ്പന്നനായി വിളിച്ചു. യെശയ്യാ പ്രവാചകത്തിൽ പറഞ്ഞു, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം നിന്നെ ഗോത്രം മുഴുവൻ തള്ളിക്കൊളഞ്ഞുകൊള്ളട്ടെ, നിന്നെ പാളയത്തിന് പുറത്താക്കിക്കൊള്ളട്ടെ, നിന്നെ എല്ലാവരും ഉപേക്ഷിച്ചുകൊള്ളട്ടെ, നിന്റെ പാപം പറയാൻ പറ്റില്ലാത്തതാകട്ടെ. വരിക, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു. നീ അങ്ങനെ എന്റെ അരികിൽ വരുമെങ്കിൽ നിന്റെ പാപം ഞാൻ എന്ത് ചെയ്യാം? ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുവപ്പായിരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കാം, പഞ്ഞു പോലെ നിർമ്മലമാക്കി തരാം എന്ന് പറഞ്ഞാൽ ഇതാണ് പഞ്ഞു പോലെ നിർമ്മലമാക്കുക എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, പാപഭാരം ചുമക്കുന്നവൻ കുലപാതകം ചെയ്ത, പ്രിയപ്പെട്ടവരെ, എന്റെ ഒരു സുഹൃത്ത് സ്വന്തം ഭാര്യയെ കൊന്നവനുണ്ട്. അദ്ദേഹം പരോളിൽ വന്നപ്പോൾ, ഞാൻ അദ്ദേഹം ജയിലിൽ പോയി പരോളിൽ വന്നപ്പോൾ
വന്നപ്പോ സംസാരിച്ചാണ്. ഈ കൊലപാതകത്തിന്റെ ഭാരം ചുമക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടു. ആളെന്നോട് പറഞ്ഞിപ്പിച്ചു, എനിക്ക് കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഞാൻ കൊന്നുപോയി. ത്രസിക്കുന്ന ഹൃദയം, ഭാരം ചുമക്കുന്ന മനുഷ്യൻ. ഇവിടെയാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാരം മുഴുവൻ മാറ്റിത്തരാം, നിർമ്മലമാക്കി, വളരെ സോഫ്റ്റ് ആക്കി, ലഘുവാക്കി തരാം. നിങ്ങൾക്ക് ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് വിശ്വാസികളോടും പറയുന്നത്. മൂപ്പനോട് പറയാൻ പറ്റാത്തത്, സുവിശേഷകനോട് പറയാൻ പറ്റാത്തത്, വീട്ടിൽ പറയാൻ പറ്റാത്തത്, നാട്ടിൽ പറയാൻ പറ്റാത്തത്, പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്ന പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ കർത്താവ് വിളിക്കുന്നു, വരിക, ഏറ്റുപറയുക, ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകട്ടെ, പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടും ഒരു തുണ്ടുപോലും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഇസ്രായേൽ പാപം ചെയ്തു. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം. പ്രിയപ്പെട്ടവരെ, ദൈവം അവരോട് പറഞ്ഞു, ദൈവം അവരിൽ നിന്ന് വളരെ ഫലം പ്രതീക്ഷിച്ചു, മാനസാന്തരത്തിന്റെ ഫലം പ്രതീക്ഷിച്ചു. യെശയ്യാപ്രവചനം 5-ാം അധ്യായം 1-2 വായിച്ചു നോക്കുക. നിങ്ങൾ വായിക്കുന്നവരാണ്, നിങ്ങൾക്ക് മനസ്സിലാകും. എന്റെ പ്രിയതമന് നല്ലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, അവിടുന്ന് നല്ല ഫലം ലഭിക്കുമെന്ന് കാത്തിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവം അവരെ കൊണ്ടുവന്ന് നട്ടു നല്ല ഫലത്തിന് വേണ്ടി. എന്താണ് നല്ല ഫലം? അനുസരണത്തിന്റെ ഫലം, ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കേണ്ട ഫലം എന്ന് പറഞ്ഞാൽ, അനുസരണം എന്ന് പറഞ്ഞാൽ എന്നിലൂടെ യേശുക്രിസ്തു പുറത്തു വരുമ്പോൾ, എന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുക്രിസ്തു പുറത്തു വരണം. എന്റെ നാട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, നമുക്കുള്ളവർ യേശുക്രിസ്തുവിനെ നമ്മിലൂടെ കാണണം. അങ്ങനെ അനുസരണത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ, അവിടെ പറഞ്ഞു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് മഹത്വം കരയറ്റേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:47. അപ്പോ അത് പറഞ്ഞിരിക്കുന്നത്, നമ്മിലൂടെ യേശുക്രിസ്തു പുറത്തു വരുമ്പോൾ ദൈവത്തിന് മഹത്വം ലഭിക്കും. അനേകർ ഈ ദൈവത്തെ അറിയുവാനിടയാകും. അനുസരണത്തിന്റെ ഫലം അവരിൽ കണ്ടില്ല. അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ മറക്കും. നോക്കൂ, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ നിങ്ങളെ മറക്കും. എവിടെയാണ്? ഹോശേയ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട 4-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ചു നോക്കുക. നിങ്ങൾ എന്റെ ന്യായപ്രമാണത്തെ മറന്നു, നിങ്ങൾ എന്നെ മറന്നു, ഞാൻ നിങ്ങളെയും മറക്കും. സെഖര്യാ പ്രവചനം വായിച്ചാൽ, അങ്ങനെ യഹോവയിൽ നിന്നൊരു മഹാകോപം വന്നു. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുവാനായിട്ട് ഇന്ന് അതാത് സ്ഥലം സഭകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവദാസന്മാരിലൂടെ ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നത് പോലെ ഇസ്രായേലിൽ 19ഉം 20ഉം രാജാക്കന്മാർ തെക്കും വടക്കും മാറി മാറി ഭരിച്ചു. അവരോട് പ്രവാചകന്മാരെ മാറി അയച്ച് ദൈവം അവരോട് കൽപ്പിച്ചു, മാനസാന്തരപ്പെടുക, നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് മടങ്ങി വരിക, എന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ, അതിനാൽ ജീവിക്കുക, നിങ്ങൾ എന്നെ വെളിപ്പെടുത്തുക, ലോകത്തിൽ മുഴുവൻ നിങ്ങളിലൂടെ ഈ ദൈവത്തെ അറിയട്ടെ. ദൈവം വിശ്വപ്രഖ്യാപനം നടത്തി, അവരനുസരിച്ചില്ല, ദൈവം അവരെ കൈവിട്ടു. നിങ്ങൾക്കറിയുമോ, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായോ? നിങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായവും 25-ാം അധ്യായവും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മാനസാന്തരപ്പെടാത്തത് കൊണ്ട് അസീറിയൻ സാമ്രാജ്യ സാട്ടുകൾ, ലോകത്തിന്റെ വൻ ശക്തി ആർജിച്ചെടുത്ത, ലോകത്തെ മുഴുവൻ കിട്ടുകിട്ടാ വിറപ്പിച്ചു വന്ന അശൂർ ബാനിപ്പാലിനെ പോലെ ശക്തരായ സൈന്യാധിപന്മാരുള്ള, ചക്രവർത്തിമാരുള്ള അശൂറിന്റെ സാമ്രാജ്യം BC 722, യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കുതിരപ്പട, അവരുടെ അന്നത്തെ ഇരുമ്പ് രഥങ്ങളുള്ള പട, അവരുടെ ശക്തന്മാരായ പട്ടാളക്കാർ ഇരച്ചിരയുണ്ടായി ഇസ്രായേലിന്റെ മതിലുകളെ ഇടിച്ചു നിരത്തി. നിങ്ങൾക്കറിയുമോ, കൊട്ടളങ്ങളെ തകർത്ത് തച്ചുടച്ചുകൊണ്ട് അവരുടെ രഥങ്ങൾ ഇസ്രായേലിന്റെ മണ്ണിൽ തലങ്ങും വിലങ്ങും ഓടുകയുണ്ടായി. കുഞ്ഞു കുട്ടികളടക്കം വാളിനിരയായി, ഗർഭിണികളുടെ വയറുകൾ പിളർന്ന് കുഞ്ഞുങ്ങളെ ആകാശത്ത് പട്ടാളക്കാർ അമ്മാനമാടുകയുണ്ടായി. ഇത് ചരിത്രമാണ്. നിങ്ങൾ ഹെറോഡോട്ടസിന്റെയും അതുപോലെ H.G. വെൽസിന്റെയും എല്ലാം ചരിത്രം വായിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, ബൈബിൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യിരെമ്യാവിന്റെ പ്രവചനവും 1 രാജാക്കന്മാർ 17ഉം 25ഉം അധ്യായങ്ങൾ വായിച്ചു നോക്കുക. അവർ അവിടെ തേരോട്ടം നടത്തിയതിന്റെ വിലാപങ്ങൾ കാണുവാൻ 10 ഗോത്രം അങ്ങനെ തന്നെ പിടിച്ചവർ അസീറിയയിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾക്കറിയുമോ, സുന്ദരന്മാരായ സുന്ദരികളായ സഹോദരി സഹോദരന്മാരെ അർത്ഥനഗ്നരാക്കിയിട്ട് മാടുകളെ ചന്തയ്ക്ക് കൊണ്ടുപോകുന്നത് പോലെ പ്രിയപ്പെട്ടവരെ വരിയായി കൊണ്ടുപോയി, നടത്തിക്കൊണ്ടുപോയി. എന്നെ മറന്നവരെ ഞാനും മറക്കും. മാനസാന്തരപ്പെടുക എന്ന് ദൈവത്തിന്റെ വചനം അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടും മാനസാന്തരപ്പെടാത്ത ജനത്തെ മാടുകളെ ചന്തയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി അടിമച്ചന്തകളിൽ
പെൺകുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും വില കുറഞ്ഞ അസീറിയക്കാർ വിറ്റുകയുണ്ടായി. അങ്ങനെയാണ് ശമരിയർ എന്ന് പറയുന്നവരെ അവിടെ നിന്ന് കൊണ്ട് പാർപ്പിച്ചവരാണ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് കർത്താവിന്റെ കാലത്ത്. അത് ചരിത്രം. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞില്ല 2 ഗോത്രം ശേഷിച്ചു. അതാണ് യഹൂദയും ബെന്യാമും. യഹൂദ രാജ്യം. അവിടുന്ന് പിന്നീട് BC 606 നമുക്കറിയാം നെബൂഖദ്നേസർ, നെബൂഖദ്നേസർ എന്നൊക്കെ പറയുന്ന ശക്തരായ രാജാക്കന്മാരുടെ തേരോട്ടം വീണ്ടും ഉണ്ടായി. യഹൂദന്മാർ അപ്പാടെ പിടിക്കപ്പെട്ടു. അവരെ വഴിനീള ക്രൂശിച്ചു എന്നാണ് H.G. വെൽസ് പറയുന്നത്. വഴിനീള ക്രൂശിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഒരുമിച്ച് പച്ചമരത്തിൽ ആണി കൊണ്ട് തറച്ച് തെരുവീതിയിൽ തൂക്കിയിട്ടു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ മറക്കും. ഗൗരവമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നാം ഇത് ആത്മാർത്ഥമായിട്ട് തന്നെ എടുക്കണം. ദൈവത്തിന്റെ വചനം നിരന്തരം കേട്ടിട്ട് അറിവ് വർദ്ധിപ്പിച്ച് പോയാൽ, അനുസരണത്തിന്റെ പാണ്ഡാവിലേക്ക് നാം കടന്നു വന്നില്ലെങ്കിൽ, ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കാനും മാനസാന്തരപ്പെടാകിയാൽ നരകത്തിലേക്ക് പോയ മനുഷ്യനെ രക്ഷിപ്പാൻ നാം നിസ്സഹായരാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം അനുഭവിച്ച ഈ ശിക്ഷ മാനസാന്തരപ്പെടായകയാൽ യഹൂദ ജനവും പ്രവാസത്തിലേക്ക് പോയി. 2ാം പ്രവാസത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു. നമുക്കറിയാം, അവർ മടങ്ങി വന്നു, പിന്നെയും ജീവിച്ചു. എന്നാൽ പിന്നീട് ഉണ്ടായ ചരിത്രം നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവാകുന്ന യഥാർത്ഥ വചനത്തെ ഇസ്രായേലിന്റെ അരികിലേക്ക് അയച്ചു. നിങ്ങൾക്കറിയുമോ? അതാണ് ഞാൻ പറഞ്ഞ മത്തായി സുവിശേഷം 21-ാം അധ്യായവും ചേർത്തത് ചിന്തിക്കണം. 21-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. അത് മാത്രം എന്റെ പ്രസംഗത്തിൽ ഞാൻ ഇങ്ങനെ വാക്യങ്ങൾ വായിപ്പിക്കാറില്ല. അതുകൊണ്ട് എങ്കിലും ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യം ഒന്ന് വായിക്കാം. 21-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യം ശ്രദ്ധിക്കുക. മറ്റൊരു ഉപമ കേൾപ്പീൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്കു കുഴിച്ചിട്ടു, ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞ് അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കും എന്ന് അവൻ അവരോട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രവാചകന്മാരെ ദൈവം അയച്ചു, അവരെ കല്ലെറിഞ്ഞു. അതാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ അയച്ച പ്രവാചക, അല്ലയോ യെരുശലേമേ, കോഴി തന്റെ ചിറകിന്മീതെ നിങ്ങളെ ചേർക്കും പോലെ എന്റെ കീഴിൽ നിങ്ങളെ ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു. അവർ പറഞ്ഞു, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ, കൊല്ലുന്നവളെ എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാം ധിക്കരിച്ചുകൊണ്ട് പിന്നീടും ഇസ്രായേൽ കടന്നുപോയി. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു, സ്വർഗത്തിലെ ദൈവം, തന്റെ പുത്രനെ അവരുടെ അയക്കിൽ അയച്ചു. പുത്രനെ അയച്ചിട്ടാണ്, പുത്രനാണ് ഈ 13-ാം അധ്യായത്തിൽ പറഞ്ഞ്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. എങ്ങനെ നശിച്ചു പോകും? നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന നിങ്ങളുടെ പിതാക്കന്മാർ നശിച്ചു പോയതുപോലെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾ ഫലം തന്നില്ലെങ്കിൽ, നിങ്ങൾ ഫലം കായ്ച്ചില്ലെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ദൈവം, കർത്താവ് വളരെ ആണയിട്ട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അവരാ വചനത്തെയും കൈക്കൊണ്ടില്ല. കർത്താവിനെ എറിയുവാനും അവർ കല്ലെടുത്തു. അതിനുശേഷം അവരെന്താണ് ചെയ്തത്? കർത്താവായ യേശുക്രിസ്തുവിനെ പിടിച്ചപ്പോൾ പീലാത്തോസിനോട് അവരിങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ ബറാബാസിനെ വിട്ടുതരിക, ബറാബാസിനെ ഞങ്ങൾക്ക് മതി. കാരണം അവനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു രാജ്യം സ്ഥാപിക്കുവാൻ, പോരാടുവാൻ ഒരു പോരാളിയായി. ഇവനെ കൊണ്ടൊരു പ്രയോജനവുമില്ല. ഇവൻ ഞങ്ങൾക്ക് പ്രയോജനമില്ലാത്തവൻ, ഞങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നവൻ, ദൈവത്തിനെതിരെ പ്രസംഗിക്കുന്നവൻ, അവനെ ഞങ്ങൾക്ക് വേണ്ട. യഥാർത്ഥ വചനത്തെ അവർ നിരസിക്കുകയുണ്ടായി. യഥാർത്ഥ വചനത്തെ അവർ കൈവിടുകയുണ്ടായി. അവർക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലായിരുന്നു. അവർ യഥാർത്ഥ വചനം എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ പറഞ്ഞ തോട്ടക്കാരനയച്ച തന്റെ പുത്രനെ അവർ തള്ളിക്കളയുണ്ടായി. അങ്ങനെ തള്ളിക്കളഞ്ഞതിന്റെ തിക്തഫലം എന്താണ് ഉണ്ടായത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അല്ലേ, AD 70 ഇസ്രായേലിന് പൂർവികർക്ക് സംഭവിച്ചതുപോലെ റോമൻ സൈന്യം ഇസ്രായേലിന് വളയുകയുണ്ടായി. ഇസ്രായേലിലേക്ക് വെസ്പഷ്യൻ അവന്റെ സൈന്യം ഇടിച്ചു കയറുകയുണ്ടായി. ടൈറ്റസിന്റെ സൈന്യം ഇടിച്ചു കയറുകയുണ്ടായി. എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, റോമൻ പട്ടാളക്കാർ ഇരച്ചു കയറി അസീറിയക്കാരും ബാബിലോൺകാരും ചെയ്തതുപോലെ തന്നെ ഇസ്രായേലിനോട് ചെയ്തു. ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇസ്രായേൽ ചിന്നിച്ചിതറപ്പെട്ടു.
നിങ്ങൾക്കറിയുമോ, ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും AD 70 അവർ ചിഹ്നച്ചിതറപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1948 ബാർബർ വിളംബരത്തിന് ശേഷം അല്ലാതെ ചെയിൻ വെയ്സ്മാന്റെ നേതൃത്വത്തിൽ അവർക്കൊരു രാഷ്ട്രം കിട്ടുന്നത് വരെ പ്രിയപ്പെട്ടവര് ഇസ്രായേലിന് ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. യെരുശലേം ദേവാലയം ഇടിച്ചു നിരത്തിയുണ്ടായി. വചനത്തെ നിരച്ച് നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെ എന്ന് പറഞ്ഞു. ഹിറ്റ്ലർ ചെയ്തത് നമുക്കറിയാം അല്ലേ? എത്രയോ ലക്ഷക്കണക്കിന് യഹൂദന്മാരുടെ മാതാപിതാക്കളുടെ ശരീരത്തിലെ നെയ്യെടുത്ത് കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി സ്വന്തം മക്കളെ കൊണ്ട് അവരുടെ വസ്ത്രം കഴിവിച്ചവരാണ് ഹിറ്റ്ലർ. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീണുകൊള്ളട്ടെ. ദൈവത്തിന്റെ വചനത്തെ നിരസിച്ച് കർത്താവ് പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഫലകാലം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഫലകാലം വന്നപ്പോൾ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ ഫലകാലം വന്നപ്പോൾ ഇസ്രായേലിന്റെ അരികിലേക്ക് പുത്രനെ അയച്ചു, ലോകത്തിലേക്ക് അയച്ചു. പക്ഷേ അവർ ആ വചനത്തെയും തിരസ്കരിച്ചു. പുത്രനെ അവർ കൊന്നുകളഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ദൈവം കാണിച്ചു തന്ന പുരുഷനായ ക്രിസ്തു യേശുവിനെ നിങ്ങൾ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു, വചനത്തെ നിഷേധിച്ചു, ദൈവം അവരെ കൈവിട്ടു. പ്രിയപ്പെട്ടവരെ, അവർക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം സ്നാപകയോഹന്നാൻ പറഞ്ഞു, ലൂക്കോസ് സുവിശേഷം 3, മത്തായി സുവിശേഷം 3 നിങ്ങൾ വായിച്ചു നോക്കുക. അവർ പറഞ്ഞു, ആ സർപ്പസന്തതികളെ, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇതാ എന്റെ പിന്നാലെ ഒരു ന്യായവിധി വരുന്നുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ ഫലം കായ്പിൻ. പക്ഷേ പിന്നാലെ വന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. മാനസാന്തര സ്നാനം പ്രസംഗിച്ചു സ്നാപകയോഹന്നാൻ. പിന്നാലെ വന്ന യേശുക്രിസ്തു മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പ്രസംഗിച്ചു. അതും അവർ കൈക്കൊണ്ടില്ല. അവരെയും ദൈവം ശിക്ഷിച്ചു. നോക്കുക, 2 ദൃഷ്ടാന്തം ക്രൈസ്തവ സഭയുടെ മുമ്പാകെ കിടക്കുന്നു. ഇന്നും 34,000-ത്തിലധികം മനുഷ്യരുടെ രക്തം ചിന്നിച്ചിതറിയ പലസ്തീൻ. ഇന്നും രക്തം വീണ് കൂനനുറുമ്പുകൾ രക്തത്തിൽ ഇരതേടി നടക്കുന്ന പലസ്തീൻ. ഇസ്രായേലിൽ ക്രൂസ് മിസൈലുകളും ബോംബുകളും വന്നു വീണ് പ്രിയപ്പെട്ടവരെ അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്ന, സമാധാനം നിഷേധിക്കപ്പെട്ട ഭൂമി രാജ്യമുണ്ടെങ്കിലും നമ്മുടെ കൺമുമ്പിൽ പത്രമാധ്യമങ്ങളിലൂടെ പോയി കാണാം പണമുണ്ടെങ്കിൽ. ഇതല്ലേ തെളിവ്, ദൃഷ്ടാന്തമായി. എന്താണ് ഇന്ന് ഈ കാണുന്നത്? എന്താണ് ഈ നിലവിളി കേൾക്കുന്നത്? എന്താണ് പത്രങ്ങൾ നിലവിളിക്കുന്നത്? എന്തുകൊണ്ട് മാധ്യമങ്ങൾ നിലവിളിക്കുന്നു? പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി നിലവിളിക്കുന്നതിന്റെ കാരണം എന്താണ്? മാനസാന്തരപ്പെടായികയാൽ, ഫലം കായ്ക്കായികയാൽ, മാനസാന്തരത്തിന്റെ ഫലം അനുസരണം അവർ കായ്ക്കായികയാൽ അവർക്ക് വന്ന ശിക്ഷ ലോകം മുഴുവൻ അനുഭവിക്കുകയാണ്. ഇല്ലേ? വാർത്ത കേൾക്കുമ്പോ നല്ല സുഖമാണല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചിന്നിച്ചിതറിയ ഡെഡ് ബോഡികളും അതിലൂടെ ഒഴുകുന്ന കറുത്ത കട്ട പിടിച്ച രക്തത്തിൽ അരിക്കുന്ന ഉറുമ്പുകളെയും കാണുമ്പോൾ നൊന്ത് പ്രസവിച്ച ഏതമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് അടർന്നു വീഴാതിരിക്കും. പറയണം പ്രിയ സഹോദരി സഹോദരന്മാരെ, മാനസാന്തരപ്പെടുക എന്ന് പ്രവാചകന്മാരും ദൈവദാസന്മാരും പ്രസംഗിക്കുമ്പോൾ അവഹേളനത്തോടും അലംഭാവത്തോടും അതിന് ചെവി കൊടുക്കാതെയും കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളുക, പിന്നാലെ വരുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പാകെ സ്വന്തം ചങ്കിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ എന്നുള്ള ഒരു കരുണയും ദൈവത്തിനില്ല. നിങ്ങൾ നോക്കുക, എത്ര സഭകൾ, എത്ര കുടുംബങ്ങൾ, എത്ര വ്യക്തികൾ ഉണ്ട് ആ ന്യായവിധി പേറിയിട്ടുള്ളത്. എത്ര സഭാഗോളുകളുടെ ഗേറ്റുകൾ താഴിട്ട് പൂട്ടി, എത്രയോ കുടുംബങ്ങൾ വിശ്വാസം വിട്ടുപോയി, എത്രയോ വ്യക്തികൾ ആത്മഹത്യ ചെയ്തു. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലും മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല. ദൈവത്തിന്റെ വചനം കേട്ടിട്ട് രഹസ്യപാപത്തെ കൊണ്ടു നടന്ന് പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കും. അല്ലേ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ വചനം അത് ആരെന്ന ചോദ്യം ബൈബിളിനില്ല. ഞാനടക്കം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ വാള് ഇരുവായ്ത്തലയുള്ള വാള്, വിജയിച്ചു വന്ന മണ്ണിന്റെ കഴുത്തും മുറിയുന്ന വാള്, കേൾക്കുന്നവരുടെ ഘടങ്ങളും അരിഞ്ഞു വീഴ്ത്തുന്ന വാള്, ആത്മാവിന്റെ വചനം എന്ന വാള്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഒരു വാക്യം വായിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതുകൊണ്ട് നാം നാളെ ചിന്തിക്കാൻ പോകുന്നതിനോടുള്ള ബന്ധത്തിൽ ഈ മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ നാം വായിച്ച വേദഭാഗത്തിന്റെ അടുത്ത ഭാഗം, അതിന്റെ 42. അവൻ അവരോട് പറഞ്ഞു, യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കും.
പ്രിയപ്പെട്ടവരെ, ഫലം കായ്ക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തവരാണ് നാം. വെറുതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അപ്പം മുറിച്ച് പാട്ടുപാടി വഞ്ചി തുഴഞ്ഞു പോകാനല്ല. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഫലം എന്താണ്? ഫലം അത് നാളെ നാം നോക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഫലം കൊടുക്കുന്നവരായിത്തീരണം. അതിന് മാനസാന്തരത്തിന്റെ ഫലം. അതിന് നമ്പർ 1, നാം മാനസാന്തരപ്പെടണം. ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നുണ്ട്, അത്യാവശ്യം എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒന്ന് പരിശോധിക്കുക ദൈവത്തിന്റെ മുമ്പാകെ. നമ്മുടെ ഹൃദയം താഴ്ത്തിയിട്ട് നമ്മുടെ അഹങ്കാരവും നികളവും വ്യാജഭാവവും ഉണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്നൊന്നുമല്ല ചുവന്ന മണ്ണിൽ നിന്ന് വന്ന് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. വചനത്തിന്റെ മുമ്പാകെ നിങ്ങളെന്നോ ഞങ്ങളെന്നോ ഇല്ല. ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, 2 കൂട്ടരെ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ഈ ലോകത്തിലെ ജനത മാനസാന്തരപ്പെടായകയാൽ അവര് നശിച്ച് നരകത്തിലേക്ക് പോകുന്നു. ഫലം കായ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മടക്കി വരുത്താൻ നമ്മുടെ അധികാരം കൊണ്ടോ പണം കൊണ്ടോ ശക്തി കൊണ്ടോ മടക്കി വരുത്തുവാൻ കഴിയില്ല. നശിച്ചു പോയാൽ പോയത് തന്നെ. മുന്നറിയിപ്പാണ്. 2, നമ്മുടെ മുമ്പിൽ കിടക്കുന്നു, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ കിടക്കുന്നു, പശ്ചിമേഷ്യയെ കിടക്കുന്നു. ആ വായിക്ക്, ചെന്ന് കാണും. ഇസ്രായേൽ എന്ന രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുക. മാനസാന്തരപ്പെടായികയാൽ വചനത്തെ നിരസിച്ചത് കൊണ്ട് ഇന്നും അനുഭവിക്കുന്നു. എന്നിട്ട് സഭയോട് പറയാ, അവരെയൊക്കെ മാറ്റി നിർത്തി, പോസ്റ്റ്പോൺ ചെയ്തു, അവരെയൊക്കെ മാറ്റി നിർത്തിയേക്കുക. ഫലം നമ്മൾ കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത? പരീക്ഷണമല്ല, കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ഓ, ക്രിസ്തു എന്ന ഏകവൃക്ഷം നിർമ്മല കന്യകയായി. എന്തൊരു ഇരിപ്പാലെ നിപ്പാലെ കന്യകയുടെ. നമ്മൾ കന്യകയായി ഫലം കൊടുക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വഷളത്വത്തിലേക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ വഷളായി, ഇസ്രായേൽ ജനം ലോകജനത്തിന്റെ മുമ്പാകെ വഷളായതുപോലെ നാം വഷളായി മറ്റുള്ളവർ പരിഹസിക്കുവാൻ ഇടവരാതിരിക്കണമെങ്കിൽ, നമ്മുടെ സഭാഹോളിലേക്ക് നോക്കി, നമ്മുടെ വീട്ടിലേക്ക് നോക്കി, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി മറ്റുള്ളവർ ചിരിക്കാതിരിക്കണമെങ്കിൽ, പരിഹസിക്കാതിരിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം ഈ പ്രസംഗിച്ച എന്നെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കും അതിനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആമേൻ.